കഴിഞ്ഞ ദിവസം ഒരു നല്ല റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ടൊന്നും ഒരിക്കലും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റോ മീഡിയസ് ഒന്നും നമുക്ക് കാണിച്ചു തരില്ല. ഓക്കെ, കാരണം ആ ഒരു കമ്പനീസിന്റെ അടിമകളായതുകൊണ്ട്. വേറൊന്നുമല്ല, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അപകടകാരിയായ ഒരു വസ്തു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ അപകടകാരി വേറൊന്നുമല്ല, ശുദ്ധമായ പ്രാണവായു അല്ലെങ്കിൽ പറയുന്ന വെള്ളത്തിലെ വിഷമോ ഇതൊന്നുമല്ല, അവരുടെ കൈൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു മൊബൈൽ ഫോൺ. ഓക്കെ, അത് നമ്മുടെ എല്ലാവരും എക്കണോമിക്സിൽ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നുണ്ട്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതെല്ലാം അതുകൊണ്ട് തന്നെയാണെന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ആയുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് റിപ്പോർട്ടും എന്റെ വീഡിയോസിൽ എല്ലാത്തിലും ഇതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇനി വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലുക ചാവ എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് റിലാക്സേഴ്സിനെ ആശ്രയിക്കുന്നവരെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ മാജിക്കുകളിൽ ആശ്രയിക്കുന്നവരെ എല്ലാവരെയും സംരക്ഷിക്കുന്നതാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തായാലും അങ്ങനെ ആ രീതിയിൽ വന്നു. പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒഴുകി പോകുന്ന ആ ഒരു 2030 അജണ്ടയിലായിട്ടാണ്. വേറൊന്നുമല്ല, ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇന്ത്യത്തുള്ള ആരെയും കൂട്ടുണ്ട്, ഈ പറയുന്ന യൂസഫ് അലി ആണെങ്കിലും മുകേഷ് അംബാനി, അവരെല്ലാം കൊണ്ടുപോകും. ഈ പറയുന്ന താഴെ കിടക്കുന്ന ഇത്രം ആ ഒരു ലെവലിലത്തെയുള്ള കോടീശ്വരന്മാരെല്ലാം താഴെ തന്നെ പോകുന്നതാണ്. അതായത് ഇനി ഈ രീതിയിലത്തെ ബിസിനസ് ആണ് വരാൻ പോകുന്നത്. അതായത് പണം വെൽത്തി ആയിട്ടുള്ള ഫോറിനായിട്ടുള്ള ആൾക്കാർ മാത്രം ഈ ഒരു ലോങ് ലൈഫും അതോടൊപ്പം തന്നെ നല്ല ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം വരും. ഇന്ത്യ എന്നുള്ളത് കറക്റ്റ് സുഡാനിയെ, പെർഫെക്റ്റ് സുഡാനി. അതായത് ഒരിക്കലും ആ ഒരു ഈ ഒരു ആഫ്രിക്കക്കാർ, അതായത് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഗനിയാണ്. പക്ഷെ അവർ ആ ഒരു മണ്ണിലും ചെടിയിലും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ടിരിക്കും, കാരണം അവർക്ക് മൂല്യം അറിയില്ല. അവർ ഭരിക്കുന്ന ആൾക്കാരും വിഡ്ഢികളായതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പൊ ഇന്ത്യ എന്നുള്ള മഹാരാജ്യവും അവർ അങ്ങനെ തന്നെ സെയിം സിസ്റ്റം ആക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും നമുക്ക് അവരെയൊന്നും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. ചൈന എന്നുള്ള കൺട്രീസ് എല്ലാം ഈ രീതിയിലായി കഴിഞ്ഞു. ആ റോബോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യന്ത്രൻ മോഡലായി കഴിഞ്ഞു, അത്രക്ക് പെർഫെക്റ്റ്ലി അലൈൻഡ് ആക്കി കഴിഞ്ഞു അവരെല്ലാം. നമ്മളിപ്പോഴും ആ ഒരു എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കണം. എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാനാ. ഓക്കെ, അതായത് യൂട്യൂബ് വഴിയല്ല. അപ്പോൾ ഈ വിഡിത്തരമായ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കിയില്ലെങ്കിൽ നമ്മളെല്ലാം അടിമ. ഈ പറയുന്ന നരേന്ദ്രമോദി എല്ലാം കഴിഞ്ഞ ദിവസം ട്രംപ് ആ ഒരു വെനിസുല ആളെ കൊണ്ടുപോയാലും ഇയാളെ പിടിച്ചോണ്ട് പോകും, ചായക്കടക്കാരനെ പിടിച്ചോണ്ട് പോയിട്ട് അടിമയാക്കും. അതോടൊപ്പം തന്നെ ഇങ്ങനെ തന്നെയാണ് ഇന്ത്യ ഒരു 400 വർഷം ബ്രിട്ടീഷുകാരുടെ അടിയിൽ കിടന്നത്. പയ്യേനെ അവർ വന്നതാ കച്ചവടം എന്നൊക്കെ പറഞ്ഞ്. ഇതും ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നു, സുഖങ്ങൾ വരുന്നു, ബിസിനസ് കൊണ്ടുവരുന്നു, ഡോളർ വരുന്നു, സെയിം സിസ്റ്റം തന്നെ. അപ്പൊ ഈ സെയിം സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കിത് സോൾവ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്റെ ഒപ്പം 5% ആൾക്കാർക്കും ഇത് അറിയാം, പക്ഷെ അവർക്ക് അറിയില്ല. ഈ പറയുന്ന 13 ഫാമിലീസിനെ ഇല്ലാതാക്കണ്ടേ, അതായത് എല്ലുപിടി കേസുകളാണ്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് കരുക്കൾ നീക്കൊണ്ടിരിക്കണേ, എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ നാടും എന്റെ ഈ ജീവിതം എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം സോൾവ് ചെയ്യാം അല്ലെ, സോൾവ് ചെയ്യാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്റെ അടുത്തുണ്ട്. കാരണം ഈ പണമുള്ളവർക്ക് മാത്രം പോരെ ഈ ലോകം, എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ലൈഫ് ആയിരിക്കും ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. അല്ല, ഒരിക്കലും അവരുടെ ഒരു പ്ലാൻ അല്ല, എന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, 2100 ആകുമ്പോൾ എങ്ങനെ ഈ ഭൂമി ഇരിക്കണം എന്നുള്ളത് എന്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ ഒരു പ്ലാൻ തന്നെയാണ് സമസ്ത സൃഷ്ടിയുടെയും പ്ലാൻ. അപ്പൊ ആ ഒരു പ്ലാനാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിക്കാം. അതായത് ഈ പറഞ്ഞ 95% അല്ല, അവരവിടെ കിടന്നു, നിങ്ങളെ പയ്യനെ ഞങ്ങൾ സംരക്ഷിക്കാം. ആ ഒരു 5% എന്റെ പുറകെ വരുന്നതാണ്. അതിനുശേഷം എല്ലാവരും കൂടി ആ ഒരു ജീവാമൃത പുനർജനിലൂടെ പുനർജനിപ്പിക്കുന്നതാണ്. ഓക്കെ.